യോശുവ അധ്യായം 13. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സു ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രൈമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യ ദേശങ്ങളൊക്കെയും ഗശൂര്യരും ഗസാത്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അഫേക് വരെയും അമോര്യരുടെ അതിർവരെയുമുള്ള കനാന്യരുടെ ദേശമൊക്കെയും സിദോന്യർക്കുള്ള മെയോറയും ഗിബേല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലബനോനൊക്കെയും ലബനോൻ മുതൽ മിസപ്പത്തോമ്യം വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാ സിദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിനെ അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കാം. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മെദബാസ് സമഭൂമി മുഴുവനും അമ്മോന്യരുടെ അതിർ വരെ ഹെഷ്ബോനിൽ വാണിരുന്ന അമോര് രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദും ഗശൂര്യരുടെയും മഖാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്ക വരെയുള്ള ബാഷാൻ മുഴുവനും അസ്താറോത്തിലും എദ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാഷാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗശൂര്യരെയും മഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേലിയുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു. എന്നാൽ മോശ രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേറും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദവയോട് ചേർന്ന സമഭൂമി മുഴുവനും, ഹെഷ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും, ദീബോനും ബാമോത്ത് ബാലും ബേത് ബാൽ മെയോനും യഹീസയും കെദേമോത്തും മെഫാത്തും കിര്യത്തയിമും സിബ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത് ഷഹറും ബേത് പെയോറും പിസ്കറ്റ് ചരിവുകളും ബേത് യഷീറൂത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെഷ്ബോനിൽ വാണിരുന്ന അമ്മോര് രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്ത് പാർത്തിരുന്ന ഏവി, റെക്കേം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോറിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾകൊണ്ട് കൊന്നു. രൂബേന്യരുടെ അതിർ യോർദാനായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശ ഗാദ് ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഗാദ്യർക്കു തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും റബ്ബയുടെ നേരെയുള്ള ആരോവേർ വരെ അമ്മോന്യരുടെ പാതി ദേശവും ഹെഷ്ബോൻ മുതൽ റാമത്ത് മിസ്പയും ബത്തോനിയും വരെയും മഹനയും മുതൽ റബീറിന്റെ അതിർ വരെയും താഴ്വരയിൽ ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹറാം, ബേത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ. യോർദാനക്കരെ കിഴക്ക് കിന്നെറോ തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിന് അതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായി മനശ്ശെയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം. അവരുടെ ദേശം
മഹനയും മുതൽ പാഷാൻ മുഴുവനും, ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും, ബാഷാനിൽ യായിരിന്റെ ഊരുകൾ എല്ലാം കൂടി 60 പട്ടണങ്ങളും, പാതി ഗിലെയാദും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത്, എദ്രെയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാക്കീരിന്റെ മക്കൾക്ക്, മാക്കീരിന്റെ മക്കളിൽ പാതി പേർക്ക് തന്നെ കുടുംബം കുടുംബമായി കിട്ടി. ഇത് മോശ യെരിഹോവിന് കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകും. ലേവി ഗോത്രത്തിനു മോശ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകും. ആമേൻ.